എന്നെപ്പോലെ ദോശ ലവേഴ്സ് ആണെങ്കിൽ ഇവിടെ കമോൺ ഇതൊരു 3 in 1 റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ. 7+1+1 7 പച്ചരി, 1 ഉഴുന്ന്, 1 ഗ്ലാസ് ചോറ്. ഏത് പാത്രം കൊണ്ട് എടുക്കണം ആ പാത്രം കൊണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അരിയിലേക്ക് ചോറ് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം ഐസിൻ്റെ വെള്ളം കൊണ്ടൊന്ന് ഉഴുന്നരച്ചെടുത്താൽ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അങ്ങനെ മാവ് അരച്ച് നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അതുപോലെ ബോക്സിലാക്കി വെക്കും കേട്ടോ. ഇനി തലേദിവസം ഒരു പാത്രം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് കുട്ടിദോശ ഇതുപോലെ ഒഴിച്ചെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു കുട്ടിദോശ എങ്ങനെ ഉണ്ടാക്കുക, അതിൻ്റെ കൂട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സേവ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ 3 in 1 റെസിപ്പിയാണ്. റോസ്റ്റ്, ദോശ, കുട്ടിദോശ, ഇഡലി. ഇഡലി എല്ലാവരും പറയുന്നുണ്ട് സ്റ്റീൽ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇഡലി പൊങ്ങില്ല എന്നാണ് പറയുന്നത്. ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഇഡലി. അപ്പോൾ ഇഡലി, കുട്ടിദോശ, റോസ്റ്റ് എല്ലാത്തിനും കൂടി ഈ ഒറ്റ മാവ് മതി കേട്ടോ. 7+1+1 എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.